ഹലോ ഗായ്സ്, വെൽക്കം ടു കോക്കോ വാക്സ്. അപ്പം നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ജോലി സ്ഥലത്താണ് ഗൈസ്. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പോലീസാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനാണെങ്കിൽ ഒരു വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഉണ്ടല്ലേ, ഇതാണ് നമ്മളുടെ ബൈക്ക്. എൻ്റെ കൂട്ടുകാരൻ റോക്കി ബോയ് തന്നെ ബൈക്ക് കേട്ടോ ഗൈസ്. നമ്മളാണെങ്കിൽ ഇവിടെ വെടി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മളാണെങ്കിൽ പുതിയ കമാൻഡറാണ്. കമാൻഡർ മീൻസ് പുതിയൊരു സ്റ്റുഡൻറ്റ് ചേർന്നിട്ട് 1-2 ആഴ്ച അല്ല 2 ദിവസമായി. അതുകൊണ്ടോ ഞാൻ ഇങ്ങനെ വെടി വെച്ച് പ്രാക്ടീസ് ചെയ്യണേ. ഞാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ വെടി വെച്ചത്. ഈ AK-47 കൊണ്ട് വെടി വെക്കുന്നത്. അത് റൈഫിൾ ഗണ്ണാണോ? ഇവിടെ ഇന്ന് സാറ്റർഡേ ആണ് ഗൈസ്. അതുകൊണ്ട് സാറ്റർഡേ ആണോ സൺഡേ ആണോ ഞാൻ കലണ്ടറിൽ നോക്കിയില്ല ഗൈസ്. അതുകൊണ്ട് എല്ലാ സാറന്മാരും ലീവ്. എനിക്ക് പിന്നെ ആ സാറിനും സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. എടാ മോനെ, ഇതാരാ ചാത്തനാണോ? അയ്യോ, ചാത്തൻ വന്നേ. എടാ ഞാനാണോ മോനെ പോലീസ് ഓഫീസർ? അയ്യാളായിരുന്നു. എന്താണ് സാറേ? എടാ ഒരു മിഷനുണ്ട്. എടാ അതാണെങ്കിൽ ഇതേ അവിടെ നോക്ക്. ജുറാസിക് പാർക്കിൽ പോയിട്ട് ഒരു ഡൈനോസറിനെ നീ വെളിയിലോട്ട് കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. വെളിയിലോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ കൊന്നും കളയണം. വെളിയിലോട്ട് വന്നിട്ട് കൊന്നു. ഇതിനെക്കാട്ടിലും നല്ലത് അവിടെ നിന്ന് കൊന്നു കളയുന്നതല്ലേ. എടാ നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു അഭിമാനം ഉണ്ടാക്കാൻ. അത് ശരിയാണല്ലോ ഗൈസ്. അത് ഈ സാറാ അതിങ്ങനെ അഭിമാനം ഉണ്ടാക്കും. അപ്പം എല്ലാ TV റിപ്പോർട്ടേഴ്സും വന്ന് എടുക്കൂലേടാ പൊട്ടാ. അത് ശരിയാണല്ലോ. ഓക്കെ, ഇത് വല്ല നമ്മളുടെ കമ്മീഷൻ സാറ് ബോസ് അറിയോ? ഇല്ല പുള്ളിക്കാരൻ ഗോവ ട്രിപ്പ് ഞാൻ പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഒന്ന് പോയിക്കോട്ടെ. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ഗൈസ് പുള്ളിക്കാരൻ്റെ. അപ്പം എനിക്ക് എന്തെങ്കിലും ഫയല് എന്തെങ്കിലും എടുക്കണം. പിന്നെ രാവിലെ എണീറ്റപ്പോൾ പറഞ്ഞ് എന്തൊക്കെയോ ടീഫ് വല്ലതും ഉണ്ടെങ്കിൽ സൂക്ഷിക്കാൻ പറഞ്ഞു സാറ്. ഇതേ ഒരു ട്രാഫിക് പോലീസ് വണ്ടി കറക്റ്റ് സീബ്ര ക്രോസിൻ്റെ അവിടെ വന്ന് ഹാൻഡ് ഡ്രിഫ്റ്റായി. ഹലോ ചേച്ചി. അയ്യോ ബെസ്റ്റ്. ഹലോ ചേട്ടാ, ലിഫ്റ്റ് വേണോ? പോടാ. രാവിലെ തന്നെ ആൾക്കാർ ഈഷി പൂഷി. സോ ഗൈസ്, നമ്മുടെ ഈ ക്യാരക്ടർ കണ്ടറിയാം. കാരിമിനേറ്റ് ക്യാരക്ടറാണ്. നിങ്ങളറിയുന്ന ക്യാരക്ടർ വേണമെങ്കിൽ ഞാൻ എടുക്കാം. സൂപ്പർ ഹീറോ ക്യാരക്ടർ 2 ആളുണ്ട്. സൂപ്പർമാനും പിന്നെ ബൾക്കും ഒരു ഹൾക്ക്. വേണമെങ്കിൽ നിങ്ങൾ അറിയുന്ന ക്യാരക്ടേഴ്സിനെ ഞാൻ എടുക്കാം. അയ്യോ എന്നെ കൊണ്ട് എന്നെ ഡ്രിഫ്റ്റ് ആയിരുന്നടാ. ഇതാണ് ഗൈസ് നമ്മൾ സാറിൻ്റെ വീട്. മറ്റേതും സാറിൻ്റെ വീടാണ്. അത് സാറിൻ്റെ പഴയ വീട്. അതാണ് നമുക്ക് തന്നത്. ഞാൻ ചുമ്മാ ഇരുന്നതാണ് ഗൈസ്. ഇതാണ് നമ്മളുടെ പഴയ വീട്. നമ്മൾ സാറിന് കൊടുത്ത് കേട്ടോ. അതാണ് എനിക്ക് വഴി കാണാപ്പാടം അറിയുന്നത്. ഇവിടെ ചീഫൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതൊന്ന് ബുള്ളറ്റ് പ്രൂഫാണോ നോക്കട്ടെ ഗൈസ്. അല്ലേ? അയ്യോ, കമ്മീഷൻ സാർ എന്നെ കൊല്ലും. ഹലോ അമ്മായേ, സുഖല്ലേ? നമ്മളാണെങ്കിൽ നല്ലൊരു ടാസ്ക് കേട്ടോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ. ഞാനാണെങ്കിൽ ചുമ്മാ അവിടെ വാചകം അടിച്ചു.
അയ്യോ, ഇനി പരലോകത്തിൽ പോണോ ആവോ? എന്തായാലും നമ്മൾ എടുക്കും. വി ആർ ബ്രേവ് മക്കളെ. സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ വീഡിയോയ്ക്ക് ഹാഷ്ടാഗ് ഉണ്ട് കേട്ടോ, ഹാഷ്ടാഗ് ജുറാസി പാർക്ക്. പെട്രോൾ എടുക്കട്ടെ, ഇനി പെട്രോൾ വേണോ? ക്ലോസ്ഡ് ആണോ? അല്ല, പിന്നെ എനിക്ക് റിവെഞ്ച് എടുക്കണം. പോലീസ് ഓഫീസറാന്ന് വെച്ച് ക്ഷമിച്ചിരിക്കാൻ പറഞ്ഞോ? മനുഷ്യൻ്റെ ജീവൻ പോവാ. അപ്പോഴാ ക്ലോസ് ആണെന്ന് പറയുന്നത്. ഇന്ന് ഇവനെയൊക്കെ ഞാൻ വാ ഇനി ആരെങ്കിലും ഉണ്ടോ എൻ്റെ അടുത്ത് കളിക്കാൻ? എങ്ങനെയുണ്ടാ? അതെന്നാന്താ കോക്കുണ്ട. സോ ഗൈസ്, എൻ്റെ ഈഷി ഫൂഷി എൻ്റെ റിയൽ നെയിം ആദ്യത്താണ്. ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കസിൻസിൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അയ്യാ, ഇപ്പോൾ പടം ആനിമേഷൻ. ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഹലോ ചേച്ചി, ലിഫ്റ്റ് വേണോ? വേണ്ട. ഒന്നും റെസ്പോൺസ് ചെയ്തില്ലല്ലോ. വേണ്ട, എന്തായാലും വേണ്ടെന്ന് പറയാം. അപ്പോൾ എൻ്റെ പേര് ആദിത് നമൻ, ഇല്ലെങ്കിൽ വീട്ടിൽ വിളിക്കുന്ന പേര് കുട്ടുന്നാട്ടോ. അതെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ട്രാഫിക് പോലീസിൻ്റെ വണ്ടി ഒരു ഗ്രീൻ കളർ പോകുന്നേ, ചിലപ്പോൾ ആയിരിക്കട്ടെ. എവിടെ പോയി? അതെ, ഇതേ കണ്ടോ? ഈ കാറ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നേ, ആ കാറായിട്ട് ഗൈസ്. നോക്കിയൊക്കെ സമയമില്ല, വാ, കുറേ നേരമായി. ഇനി നമ്മളാണെങ്കിൽ ജുറാസിക് പാർക്കിൻ്റെ അടുത്തൊരു ചേസ് വേണം. വണ്ടി ചതിക്കില്ലേ? ഇവിടെ എന്ത് ഇതെന്താ? ട്രെയിനൊക്കെ വന്നല്ലോ. കൊള്ളാലോ. സ്റ്റോപ്പ്. ഇതാണ് നമ്മളുടെ ജുറാസിക് പാർക്ക്. നമ്മളാണെങ്കിൽ വണ്ടി എടുത്ത് നേരെ പോവാണ്. ആരെങ്കിലും ഉണ്ടോ സാറുമാരെ? ടീറക്സ് എന്നെ പിടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത് കേട്ടോ. എങ്കിൽ വേറെ സെപ്റ്റർ ആയാലും കുഴപ്പമില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പൈനോസർ അല്ലേ? അയ്യോ, സ്പൈനോസർ. അതേ ഒരു ടീറക്സും. ഒരു വീടിൽ 2 പക്ഷികൾ, 2 എണ്ണമുണ്ടല്ലോ. ടീറക്സ് നമ്മൾ അറിയുന്നുണ്ട്. വാടാ മോനെ, വാടാ.